ഹലോ ഗൈസ്. അപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഭയങ്കര ഉഷാറ് പറഞ്ഞാൽ ഭയങ്കര ഉഷാറ്. ഓണക്കല്ലേ അതിന്റെ. അപ്പോ ഓണായിട്ട് പിന്നെ ഒരു ഓണം വ്ലോഗ് വന്നില്ലെങ്കിൽ എങ്ങനെയാ? അപ്പൊ നിങ്ങൾ എന്തായാലും പായസമൊക്കെ കുടിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്, രസല്ലേ? പിന്നെ ഇവിടെ ഓണയ്ക്ക് ആയ കാരണം കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ചെറിയ പരിപാടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ, കാരണം പുതിയ വീട്ടിലത്തെ ആദ്യത്തെ ഓണമാണ്. അപ്പോ അതിന്റെ ചെറിയ ഒരു ഓണസദ്യ അങ്ങനെയൊക്കെ തന്നെ, വലിയ കാര്യമായിട്ടില്ല. പിന്നെ നമ്മളുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടിയും ഇല്ല. ഇപ്പോ നാട്ടിലത്തെ പരിപാടി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പൊ നിങ്ങൾ ഓരോന്നായിട്ട് കാണും. മനസ്സിലായോ? അപ്പോ നമുക്ക് വീഡിയോ ആദ്യം തൊട്ട് തുടങ്ങാം ഗൈസ്. അപ്പോ ഒരു രാവിലെ 5 മണിയായപ്പോ പിടിച്ച് എണീപ്പിച്ചേക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം കൊട്ടണ ചെറിയൊരു ചടങ്ങുണ്ട് നമ്മളുടെ തൃശ്ശൂർ ഭാഗത്ത്. ഇത് ഏതൊക്കെ നാട്ടില് ഇങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ അവിടെ ഇങ്ങനെയാ. രാവിലെ നേരത്തെ ഒരു 5 മണി 4 മണി സമയത്ത് പിടിച്ച് എണീപ്പിച്ചിട്ട് നാളികേരം പൊട്ടിക്കും, തൃക്കാകരപ്പനയൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ണൊക്കെ കണ്ടില്ലേ, ചുവന്നുണ്ടായിട്ടിരിക്കണേ. കുളി കഴിഞ്ഞിട്ടുണ്ട്, എന്റെ ചെറിയൊരു വിറയും ഉണ്ട്. അപ്പോ നമുക്ക് നേരെ നാളികേരം കൊട്ടിയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓണായിട്ട് രാവിലെ തന്നെ കുളിക്കാണ്ട് വന്ന് നിൽക്കുക ഗൈസ്. ഈ നാളികേര കൊട്ടൽ എന്ന് പറയുമ്പോ അത് അത്ര വലിയ ചടങ്ങൊന്നല്ല, ചെറിയൊരു ചടങ്ങാണ്. നമ്മൾ വീട്ടിലുള്ള ആൾ തന്നെ ഒരാള് ചെയ്യണം. കൂടുതലും മെയിലാണ് ചെയ്യുക. ആ വീട്ടിലുള്ളൊരു മെയിലാണ് ചെയ്യുക. സാധാരണ എൻ്റെ ചേട്ടനാണ് ചെയ്യാറ്. ചേട്ടനില്ലാത്ത കാരണം ഞാൻ രാവിലെ എണീറ്റ് ചെയ്യേണ്ടി വരുന്നു, ഓരോരോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പൂവിട്ട് പൂജിക്കുക. ഈ തൃക്കാരപ്പന പൂവ്, വെള്ളം, അങ്ങനെ ഓരോന്നൊക്കെ വെച്ച് പൂജിക്കണു. പിന്നെ ഒരു നാളികേരം അത് നേരെ രണ്ടാക്കിയിട്ട് അതിൽ നാളികേര വെള്ളം തന്നെ നിറച്ച് വെക്കണു. അതിൽ 2-3 പൂവൊക്കെ ഇട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നു. മാവേലിനെ വരവേൽക്കണ പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ നാട്ടില്, അല്ലെങ്കിൽ എന്റെ നാട്ടില് ഒരുവിധം എല്ലാരും ചെയ്യണ പരിപാടി തന്നെയാണ് ഓണത്തിന്. അതേപോലെ എന്റെ വീട്ടിലും നമ്മൾ ചെയ്യണു. അപ്പൊ നാളികേര കൊട്ടൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി പരിപാടികൾ ഗൈസ്. അങ്ങനെ നമ്മളുടെ നാളികേരക്കൊട്ടലും അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കുള്ളത് പൂക്കളായിരുന്നു. അപ്പൊ ഇൻട്രോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് നോർമൽ ടീഷർട്ടിക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി പോയി പൂക്കളൊക്കെ ഇട്ടിട്ട് സദ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ നോക്കില്ല, ഞാൻ നോക്കേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കും. അതായിരിക്കും ഇവിടുത്തെ സ്കെഡ്യൂൾസ്. അപ്പോ നമുക്ക് ഇനി നേരെ പോയിട്ട് പൂക്കളം. ഗൈസ്, നമ്മള് പൂക്കളം ഒറ്റയ്ക്ക് ഇടാന്ന് തീരുമാനിച്ചു. കാരണം അമ്മ എത്താൻ ഇനി നേരം എടുക്കും. അമ്പലത്തേക്കാണ് പോയത്. അപ്പൊ ഈ അടുത്തൊന്നും എത്താൻ വലിയ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പൂക്കളം ഇടാന്ന് വിചാരിച്ചു. പിന്നെ പഴയ ഡിസൈനിങ് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. ഡിസൈനിങ്ങിൽ ഞാൻ പണ്ടൊരു കൊമ്പനായിരുന്നു. അത് ഞാൻ തെളിയിക്കാൻ പോവാ. കുറെ ഓണായി ഞാൻ പൂക്കളം ഇട്ടിട്ട്. അപ്പോ പൂക്കളം കാണാൻ നിങ്ങൾ റെഡി ആയിക്കോ ഗൈസ്. നമുക്ക് ആകെയുള്ള പൂ എന്ന് പറയുന്നത് ഇത്രയാണ്. ബാക്കിയുള്ള പൂവ് എൻ്റെ പുന്നാര അമ്മതയെ കൊണ്ട് ഇങ്ങനെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൂവ് വെച്ചിട്ട്, ഇത്രയും പൂവ് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ക്രിയേറ്റിവിറ്റി മൊത്തം ചാലില് ഒഴിച്ചോണായിരിക്കും. നടക്കുന്നോണ്ടിരട്ടത് ആകെ ഇത്ര പൂവ് വെച്ചിട്ട് ഞാൻ എന്ത് കാട്ടാനാ? നമ്മുടെ പൂക്കളം കണ്ടിട്ട് അമ്മ വന്നിട്ട് ഞെട്ടണം, അതാണ് എൻ്റെ പ്ലാൻ. ഡിസൈനിങ് ഒക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഇനി അതൊന്നും അങ്ങോട്ട് ഇട്ടാ മതി. അപ്പൊ ശരിയാക്കാം. അമ്മ ഞെട്ടും, അതാണ് ഞാൻ ഉദ്ദേശിക്കണ. അമ്മ ഞെട്ടണം ഗൈസ്. ഒന്നും നോക്കിയില്ല, ഒരു ഹെവി പൂക്കളം അങ്ങോട്ട് പടച്ചു. ഡിസൈനിങ്ങില് ഞാൻ പണ്ടൊരു കൊമ്പനായിരുന്നു. നമ്മള് പരിമിതികൾ ഉണ്ടായിരുന്നു, കുറച്ച് പൂവേ ഉണ്ടായുള്ളൂ. പൂക്കളം എങ്ങനെയുണ്ടമ്മേ? ഫസ്റ്റ് അടിച്ചാണല്ലേ? ഓണായിട്ട് ആകെ ആ ഒരു മലയാളി തനിമയില് ദിവം മാത്രമേ ഉള്ളൂ. ഏതാ
ഹാപ്പി ആണോ അമ്മനോട്ടാ? ഇതെന്തുട്ടാ അമ്മ? അമ്മ ഇതെന്തുട്ടാ? കാളനാ? പിന്നെ വേറെന്തുട്ടാ സ്പെഷ്യൽ? എന്തുട്ടാ എന്നത്തെ സ്പെഷ്യൽ ഒക്കെ പറയൂ. സാമ്പാർ സ്പെഷ്യൽ അല്ലല്ലോ. സാധാരണ ഓണത്തിന് ഇങ്ങനെയാണോ അതേപോലെ നാലും വെക്കും, കാളം വെക്കും, ഓലം വെക്കും, സാമ്പാർ വെക്കും, പിന്നെ പായസം. പായസം അമ്മ ഉണ്ടാക്കണ? പായസം മമ്മി ഉണ്ടാക്കിയിട്ട കുറച്ച് മേടിക്കുക ചെയ്യും. പുറത്തുനിന്ന് മേടിക്ക? ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ നമ്മുടെ മോഹനേട്ടൻ ഒരു പാക്കറ്റ് വിൽക്കാൻ പറ്റിയിട്ട് ചെയ്തു. 1 ലിറ്റർ. എത്രയാ? 1 ലിറ്റർ. അത് ഇതാ അടപ്രഥമനാണ്. പാലടയില്ല, അടപ്രഥമൻ. പാലടയില വേണ്ടേ? പാലടയില വേണ്ട? അല്ല, അച്ഛമ്മയ്ക്ക് അത് ഇഷ്ടം. അപ്പൊ പിന്നെ അവൻ അത് മേടിക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മൂന്നാട് പറഞ്ഞു. പാലട നമുക്കായത് ഉണ്ടാക്കും. അന്ന് ഉണ്ടാക്കോട്ടോ ഉച്ചക്ക്. ഗൈസ് നമ്മുടെ പായസം വന്നു. അടപ്രഥമൻ അടിച്ച് ഓഫ് ആവാനുള്ളതാ. ഓക്കെ, കഴിഞ്ഞോ? ഇവിടുത്തെ പണി കഴിഞ്ഞു. ഓ, സ്പെഷ്യൽ ഡിഷ്, സ്പെഷ്യൽ സാധനം സാമ്പാർ. അങ്ങനെ നമ്മൾ കാത്തു നിന്ന് ആ നിമിഷം എത്തി ഗൈസ്. നമ്മളിത് ഓണസദ്യ കഴിക്കാൻ പോവാ. താഴെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇതേ ഗൈസ്, ഇതാണ് വിളക്കത്തല. അവര് കഴിച്ചു തുടങ്ങി കേട്ടോ. അമ്മ കഴിക്കണില്ലേ? കുറച്ചും കൂടി വേണ്ടി വരും. ഏയ് വേണ്ട, ഇത് മതി ധാരാളം. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അമ്മയുടെ സാമ്പാറായ കാരണം പറയല്ല, ഗംഭീര സാമ്പാർ, അടിപൊളി. ഇതില് കാള ഉണ്ടാക്കണത് അച്ഛമ്മയാട്ടോ. അച്ഛമ്മ കാളന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ അമ്മ സാമ്പാറിന്റെ ഓലനോ അമ്മേനെ ഉണ്ടാക്കണ. ഇത് വെറുതെ ഇരിക്കണതാ, പ്രത്യേകിച്ച് കാര്യം. ഇത് കഴിക്കാൻ സ്പെഷ്യലിസ്റ്റ് വല്യമ്മ. നമ്മുടെ പായസം അടപ്രഥമനാട്ടോ, പാലട അല്ല. നല്ല പപ്പടവും കൂട്ടി. അങ്ങനെ നമ്മളെ സദ്യ കെങ്കേമായിരുന്നു. ഇല്ല, ചെറിയ സദ്യ ആയിരുന്നു. കാരണം ഞങ്ങളാകെ 4 പേരൊക്കെ ഉള്ളു. അപ്പോൾ ചെറിയൊരു സദ്യ, ചെറിയൊരു പായസം, അങ്ങനെയായിരുന്നു. കുറച്ച് കറികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പായസം ഇത്തിരി ഹെവി. ഇനിയിപ്പോൾ എല്ലാ മലയാളികളെ പോലും കിടന്ന് ഉറങ്ങാൻ നമുക്ക്. അതല്ലേ അതിൻ്റെ ഒരു ശരി. നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് ഇനിയും വരാട്ടാ. കാണാം. ബൈ.